ഞാൻ കാലത്ത് കെട്ടിയവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോന്നു. അയ്യേ, അവിടെ കിടക്കാൻ പോന്നാ ഉമ്മയ്ക്ക് നാണമില്ലേ? ഇത് ആര് കിടന്ന് വിളിക്കുന്ന രാവിലെ? ഓ വാപ്പായാ എടുത്താ മോളെ മോളേന്ന് വിളിച്ചോണ്ടിരിക്കും. സൈലന്റ് ആക്കി. ഉമ്മ അവിടെ പോയി കിടക്കുന്നു. ഉമ്മ പിന്നെയും വിളിക്കുന്നല്ലേ. ഉമ്മ മോളിലാണ് കയറി കാണും. ഉമ്മ 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 ആ വാപ്പ വിളിക്കുന്നു. വാപ്പായാ നീ എടുക്കാൻ എന്താ ഫോൺ? ഹലോ ഹലോ, നീ ഇതെവിടാ ഫോൺ എടുക്കാറുണ്ട്? ഞാനേ മോളിലോട്ട് വന്നത് തുണി പറക്കിയിടാൻ. അലക്കിയ തുണിയൊക്കെ കിടന്നത് പറക്കിയിടാൻ വന്നത്. നീ വയ്യാത്ത കാലം കൊണ്ട് എന്തിനാ മുകളിൽ കയറിയത്? കുഴപ്പമില്ല, ഇച്ചിരി കുറവുണ്ട് വേദനയൊക്കെ. അപ്പൊ ഫോൺ ആരും കൊണ്ട് തന്ന്? മോള് കൊണ്ട് തന്ന്. അപ്പൊ മോളെന്ത് ഫോൺ എടുക്കാറുന്നത്? അവള് കൊച്ചുങ്ങളായിട്ട് അതുകൊണ്ടായിരിക്കും ഇനി കൊണ്ടു തന്നത്. ഞാൻ നിന്റെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. എന്താ? ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വെള്ളിയാഴ്ച നാട്ടിൽ എത്തും. ആണോ? ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പൊ ഇൻഷാ അല്ലാ സന്തോഷമായി. ഇൻഷാ അല്ലാ ഞാൻ ഡ്യൂട്ടിയിലാണേ. ഞാൻ പിന്നെ എല്ലാം വിളിക്കാം. വെക്കട്ടെ? ശരി എന്നാ. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തുമ്മാ പറഞ്ഞ? വാപ്പ വരുന്നെന്ന്. വെള്ളിയാഴ്ച വാപ്പ വരുന്നെന്നാ? ലീവിന് വരുവാണോ? എന്ന് പോവും? ഇനി പോകുന്നില്ല വാപ്പ? എന്തുവാ ഉമ്മ ഇപ്പോഴും നിർത്തിയൊക്കെ വരുന്ന എന്തിനാ? കുറച്ചു കാലം കൂടെ അവിടെ നിന്നൂടെ? നല്ല ശമ്പളമൊക്കെ അല്ലേ? ഒത്തിരി കൊല്ലമായില്ലേ മോളെ? എൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് പോയതാ വാപ്പ. അപ്പോൾ വാപ്പായ്ക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു പെങ്ങന്മാരെ കെട്ടിച്ചേക്ക്. അതൊന്നും തീരാത്തതുകൊണ്ട് വാപ്പ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, ഒരു വീട് വെക്കണമെന്ന്. വീടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നീ കുറച്ച് വലുതായി. പിന്നെ കുറേ പ്രാരാബ്ദം. ഇപ്പം നിൻ്റെ കാര്യവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അതിന് എനിക്കെന്താണെന്നാ പറയുന്നത്? എനിക്കെന്താ ചിലവാക്കി? വളർത്തിൻ്റെ ആണോ? എത്ര ലക്ഷം രൂപ മുടക്കിയാ നിന്നെ അവിടെ വാപ്പ നഴ്സിങ്ങിന് കൊണ്ട് വിട്ടത്? എന്നിട്ട് നീ നിന്നാ? അന്ന് കണ്ണി കണ്ട ഒരുത്തനെ പ്രേമിച്ച് കെട്ടിയിട്ട് ഒരു മോളല്ലേ ഉള്ളെന്ന് വിചാരിച്ച് വാപ്പ അതങ്ങ് സമ്മതിച്ചു നടത്തി തന്നു. എന്നിട്ട് അവനിക്ക് എത്ര പ്രാവശ്യം ബിസിനസ് തുടങ്ങി തന്നു. എല്ലാം പൊട്ടിച്ച് കടവും കടത്തിൻ്റെ മുകളിൽ കടവും ആക്കി വെച്ച്. 7-8 കൊല്ലമായില്ലേ. ഇപ്പം അവൻ പോയിട്ട് അവനിക്കൊരു ജോലി ആയില്ലേ. അപ്പം നല്ലൊരു ജോലിയല്ലേ വാപ്പ ഒപ്പിച്ചു കൊടുത്തത്. അതിനും എത്ര ചിലവാ? അതിൻ്റെ കടവും കൂടെ വാപ്പ വീട്ടിയിട്ടാണ് വാപ്പ വരുന്നത്. ഇത്രയും നാൾ വാപ്പയെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തില്ലേ. ഇനി അത് പോരെ? വാപ്പ കണക്കൊക്കെ വെച്ചിട്ടുണ്ടോ? കണക്കൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ മക്കളെ വളർത്തിയതിൻ്റെ? എങ്കിൽ ഒന്നും ചെയ്യണ്ടായിരുന്നല്ലേ? ഈ കണക്കും കാര്യമൊന്നും അല്ല, ഇതൊക്കെ നീ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വാപ്പ വരുന്നതിന് അവൾക്ക് ദേഷ്യം പോലും. നീ വാപ്പ ഇവിടെ വന്ന് നിൽക്കട്ടെ. നീ ഇങ്ങോട്ട് വന്ന് നിന്നാൽ പിന്നെ മരുമോൻ്റെ ചിലവിൽ താമസിക്കാമെന്നായിരിക്കും. മരുമോനിപ്പോൾ ജോലിയൊക്കെ ആക്കി തന്നില്ലേ. എനിക്ക് മരുമോൻ്റെ ചിലവിൽ അങ്ങ് ജീവിക്കാന്നുള്ള വിചാരത്തിലായിരിക്കും നീ നാട്ടിൽ നിർത്തി വരാൻ പോകുന്നത്. മോനല്ല മരുമോനാണെന്ന്. മരുമോൻ്റെ ചിലവിൽ താമസിക്കാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നാട്ടുകാർ തന്നെ പലതും പറയും. എന്തെങ്കിലും ആവട്ടെ. അസ്സലാമു അലൈക്കും. എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നാ? അൽഹംദുലില്ലാ സുഖമായിരുന്നു. നിങ്ങൾ എയർപോർട്ടിൽ വരായിരുന്നു എന്ത്? അത് കുഞ്ഞ് രാവിലെ എഴുന്നേക്കത്തില്ല. കുഞ്ഞിന് അത്ര സുഖമില്ലാത്തോണ്ടാ. വാപ്പ എത്തിയാ? മോളെ മക്കളൊക്കെ? കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി. അവന് പരീക്ഷയാ, മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. മൂത്തവന് പരീക്ഷയുണ്ട്, അങ്ങനെ കണ്ട് പറഞ്ഞു വിട്ട്. കുഞ്ഞുങ്ങളെ കാണാന്നുള്ള ആഗ്രഹത്തിൽ ഓടി വന്നപ്പം
നീ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടല്ലേ? ആ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതിന് വാപ്പ ഇനി എപ്പോഴും ഇവിടെ തന്നെ കാണുമല്ലേ, പിന്നെന്താ. മോൻ 50 രൂപ ശമ്പളം ഉണ്ട്. ദേ ഇനി നിന്റെ കയ്യിലാണ് മിടുക്ക്. 25 രൂപയെങ്കിലും നീ മിച്ചം പിടിച്ചോളണം. ഓ ഇനി മിച്ചം പിടിച്ചത് തന്നെ. ചെലവല്ല എനിക്കല്ലേ. നീ എനിക്ക് ഡ്രസ്സ് മാറി കുളിക്കാനുള്ളതൊക്കെ എടുത്തതിനകത്തിരിക്കുന്ന എടുത്താ. റൂമിലോട്ട് പോയിക്കോ, ഞാൻ വരാം. ആ ഉമ്മ ഒന്ന് നിന്നേ. ആ അടുക്കളയിലെ ആ കറി ഒന്ന് നോക്കേ. അല്ല ഉമ്മ ഉമ്മ അവിടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആ ആ ഉമ്മ വന്നാലേ ശരിയാവും. വാ വാ ഉമ്മ. ആ എങ്കിൽ ഞാൻ പോ അങ്ങോട്ടൊന്ന്. ഒന്ന് നോക്കുമ്പോ ഉമ്മ വന്നാലേ അതിന്റെ കറക്റ്റ് അറിയത്തോളൂ. വാ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ. വാ ഇങ്ങോട്ട്. ഉമ്മയെ വെള്ളമൊക്കെ കൊണ്ട് ഇവിടെ പോന്ന്. അല്ല വാപ്പായ്ക്കും എടുക്കാം മോളെ. അല്ല നീ കിടക്കട്ടെ, വാപ്പ അടുത്ത്. അയ്യേ അവിടെ കിടക്കാൻ പോന്നാ? ഉമ്മയ്ക്ക് നാണോ ഇല്ലേ? അതിനെന്താ മോളെ, ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ലേ. ആ ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെ, ഈ പ്രായമാണ്, നാണോ ഇല്ലേ നിങ്ങക്ക്? കാലത്ത് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയാൻ പറ്റത്തില്ല, മോളായി പോയില്ലേ. നിങ്ങൾ എത്ര വർഷം കൂടിയാ വാപ്പ എന്ന് വരുന്ന തന്നെ? ഉമ്മ നിങ്ങക്ക് നാണമില്ലേ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ? കാലത്ത് കെട്ടിയവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോകുന്നു. നാണം ഇല്ല. ഇവിടെ എന്റെ കൊച്ചുങ്ങളൊക്കെ ഉള്ളല്ലേ. ഉമ്മക്ക് ഇനിയാണാ വയസ്സായില്ലേ? ഇനിയെങ്കിലും മാറി ഇവിടെ. പിന്നെ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. ഉമ്മക്ക് ഞാനെങ്കിലും ഇവിടെ ഉള്ള ആരെയും ആലോചിച്ചൂടെ? വയസ്സായി ഇനിയാണോ ശൃംഗാരവും. അക്കൗണ്ട് കൊടുത്തിട്ട് വരാൻ നോക്കുന്നു. കൊച്ചുങ്ങൾ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നു. ഉമ്മ വന്ന് കൊച്ചുങ്ങളെടുത്ത് കിടന്നേ. അവര് ഉമ്മ ഉണ്ടെങ്കിലേ അവിടെ കിടക്കത്തോളൂ. ഉമ്മ അടുത്ത് കിടന്നില്ലേ അവർക്ക് ശീലം. ഉമ്മ അങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. എന്തായാലും വെള്ളം ചോദിച്ചല്ലേ, മോളവിടെ ബെഡ് തട്ടിയിട്, എന്താ വരുന്നു. ഓ ഞാൻ തട്ടിയൊക്കെ ഇടാം. ഉമ്മ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ, അധികം താമസിക്കില്ലേ, പെട്ടെന്ന് വരണേ. അപ്പായിക്ക് വെള്ളം കൊടുത്തിട്ട് വരട്ടെ. നല്ല വെള്ളം. ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാന് കുറച്ച് ജോലിയും കാര്യമൊക്കെ ആയിട്ട്. തലമുടിയൊക്കെ നരച്ചല്ലേ? ആ വയസ്സായില്ലേ. ഞാനും നരച്ചിടേ. ഞാനും ഡൈ ഒക്കെ ചെയ്ത്. എനിക്കും തോന്നി. അന്ന് ഫോട്ടോ അയച്ചു തന്നപ്പോഴത്തേക്ക് കൊറേ നര ഉണ്ടായിരുന്നു, ഇപ്പൊ കറുത്തിരിക്കുന്നു. വയസ്സായില്ലേ. ആഹാരമൊക്കെ കഴിച്ചാ? ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നത്തെയൊക്കെ? ആ നിന്നെ മോള് എപ്പോഴും നിന്നെ തന്നെ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിടുന്നില്ല. ആ പെണ്ണിന് പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം, അങ്ങനല്ലേ വളർത്തിയത്, ഒന്നല്ലേ ഉള്ളായിരുന്നു. ആ ഒരു മോളല്ലേ, അവക്കൊപ്പല്ലേ നമ്മളും നിന്നത്. മോന് നല്ല ജോലിയാ. 1 ലക്ഷം രൂപ ശമ്പളം നിന്നാ മതിയായിരുന്നു. ആ ചെറുക്കൻ നിക്കത്തില്ല, എന്തൊരു ചെറുക്കനും ഉണ്ട്. ആ എന്താ ചെയ്യുന്ന, മരുമോനല്ലേ, നമുക്കിപ്പം അവരെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ. യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടല്ലേ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ടേ കിടക്കേ. രാത്രി എന്തെങ്കിലും വെള്ളം വല്ലതും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. നീ ഇവിടെ കിടക്കുന്നില്ലേ? അല്ല അവിടെ കൊച്ചുങ്ങൾ ഒറ്റയ്ക്കല്ലേ, അവള് പറഞ്ഞു കൊച്ചുങ്ങളെടുത്ത് കിടക്കാൻ. ഞാൻ ഇത്രയും വർഷം അവിടെ നിന്ന് നമ്മളെ ജീവിതം അവിടെ കളഞ്ഞു. നിന്നോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ഇവിടെ കൂടിയത്. എന്നാ പിന്നെ എനിക്ക് അവിടെ നിന്നാ മതിയായിരുന്നല്ലേ. അത് പിന്നെ മോള് പറയണേ, വയസ്സായില്ലേ, നാണക്കേടാണ് ഉമ്മായും പാപ്പായും ഇനിയും വയസ്സാം കാലത്ത് ഒന്നിച്ചൊക്കെ പോയി ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ നല്ല പ്രായത്തിൽ നമ്മൾ ജീവിച്ചില്ല, ഇനിയെങ്കിലും നമ്മൾ ജീവിക്കണ്ടേ. നമ്മൾ ഇത്രയും കാലം അവൾക്ക് വേണ്ടിയല്ലേ. എങ്കിലും നാണക്കേടെന്ന് പിള്ളേർ പറയുമ്പോ പിന്നെ എനിക്കും എന്തോ ഒരു
ചമ്മല്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കിടക്ക്, ഞാൻ കുഞ്ഞുങ്ങളടുത്തോട്ട് ചെല്ലട്ടെ. അല്ലാ, പടച്ചവനെ, അവിടെയും ഒറ്റയ്ക്കായിരുന്നു, ഇവിടെ വന്നപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട. ഷെമി, ചായ ഇട്. കുടി. നില്ല്. നീ എന്നെ നകന്നകന്ന് പോകുന്ന എന്താ? ഞാൻ ഒറ്റപ്പെട്ടാണക്കല്ലേ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ കഴിയുന്നത്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ നിന്നാ മതിയായിരുന്നല്ലേ? നീ എന്തിനാ എൻ്റെ നകന്നു പോകുന്നത്? ഇതാരാ പറഞ്ഞത് നമ്മൾ വയസ്സായിപ്പോയെന്ന്? അല്ല, ഞാൻ നാണക്കേടറ്റേ, മോള് പറഞ്ഞു നാണക്കേടാ. നമ്മളെ ആയ കാലത്തെ ജീവിതം നമ്മൾ ആസ്വദിച്ചില്ല. ഇപ്പോഴെങ്കിലും നാട്ടിൽ കൂടി നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. എല്ലാ കടമകളും നിറവേറ്റിയിട്ടല്ലേ ഞാൻ വന്നത്. അപ്പോഴും നീ ഇല്ല എന്നെ ഒറ്റപ്പെടുത്തുന്ന കണക്ക് പോകുന്നത്. ഞാൻ വന്ന ഇഷ്ടമായില്ലേ നിനക്ക്? അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഇഷ്ടം തന്നെയാണ്, നിങ്ങളവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വയസ്സാം കാലത്തുനിന്ന് ശൃംഗരിക്കുന്നു. ഉമ്മക്ക് നാണമില്ലേ? ഇത് ഇത്രയും ഞാൻ വരെ ഈ താമസിക്കുന്ന ഒരു വീടല്ലേ? എന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? കണ്ടുകൂടാ, കൊച്ചുങ്ങൾ കണ്ടെങ്കിൽ എന്തായും നാണക്കേട്. രാവിലെ തന്നെ തുടങ്ങി ശൃംഗാരം വയസ്സാം കാലത്ത്. അയ്യേ, മോളവിടെ നില്ലേ. നീ എന്തായി പറയുന്നത്? ഡേ, നീ നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? അല്ല, ഞാൻ വയസ്സായില്ലേ, നാണക്കേടൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞതമ്മ. മോളെ നിർത്തു മോളെ. നീ എന്തോ ഈ കിടന്ന് പറയുന്നേ? ഞങ്ങളെ നിന്റെ ഉമ്മായി വാപ്പായിയോ? നിന്നെയൊക്കെ വളർത്താനും നിന്റെയൊക്കെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ മനുഷ്യൻ അവിടെ പോയി കിടന്നത് ഇത്രയും കാലം. എന്റെ നല്ല പ്രായത്തിൽ പോയതാ ഞങ്ങളുടെ. വല്ല കാലത്തും 2-3 കൊല്ലം കൂടുമ്പോ 2-3 മാസം വന്ന് ഇന്ന് നാട്ടിൽ നിന്നിട്ടുള്ളൂ. ഓ, ഞാൻ പറഞ്ഞോ നിങ്ങൾ പണ്ടേ മാറി താമസിക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ പിരിഞ്ഞ് താമസിച്ചത്? നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. ഓ, കുറച്ച് ദിവസമായിട്ടമ്മ പറയുകയാണ് എനിക്ക് തന്നത് എന്നെ പഠിപ്പിച്ചതിന്റെ ചെലവുകള്. എന്ത് കണക്ക് പറഞ്ഞാൽ എന്താ മോളെ കുഴപ്പം? നിന്നെ പഠിപ്പിക്കാൻ എന്തുമാത്രം പൈസ മുടക്കി? ഇതെന്താ അവിടെ പോയി അച്ചടിച്ചുണ്ടാക്കുന്ന പൈസയാ കണക്കുകളും? രണ്ടുപേരും കൂടെ അത് എഴുതി വെച്ചിരുന്നേതാ? ഇതൊന്നും ചെയ്യണ്ടായിരുന്നല്ലേ? അല്ലല്ലേ, ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്ന ചില ലീവുകൾ പോലും എടുക്കാതെ 1 വർഷം കൂടെ കൂട്ടി വാങ്ങി നിന്നിട്ടുണ്ട്. ആ വർഷത്തിൽ ലീവ് എടുത്തിട്ടില്ല. ആ കിട്ടുന്ന പൈസ പോലും നിന്റെ ആവശ്യങ്ങൾക്കും എന്റെ ആവശ്യങ്ങൾക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും എല്ലാം അയച്ചു തന്നുകൊണ്ടിരുന്ന ആളാ. ഇതൊക്കെ സാധാരണ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചെലവുകളാ. കണക്ക് പറയാൻ വന്നേക്കുന്നു. ഇതേ എന്റെ വീടാ. മോക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ മോക്ക് പോവാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞങ്ങളുടെ വീടാ ഇത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് ഞങ്ങൾ ജീവിക്കും. നിനക്ക് ഇവിടെ ഇഷ്ടമുണ്ടെങ്കിൽ നീ നിന്നാ മതി. നിനക്ക് കെട്ടിച്ചു വിട്ടയല്ലേ നിന്നെ? എല്ലാം തന്ന് നിന്നെ കെട്ടിച്ചു വിട്ടതാണ്. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് ഒരു വീടുണ്ടാക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടല്ലേ, നീ പോയി താമസിക്കുകയോ ചെയ്. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. അതൊന്നും ശരിയാത്തില്ല, ഞാൻ പോകത്തില്ല ഇവിടെ. അല്ലാതെ വയസ്സായി അവരായി ഇവരായി നോക്കണ്ട കാണണ്ട മാറി താമസിക്കണം എന്താ അയിത്തോ? ഒരു മക്കളായാലും ആരും ഭരിക്കാൻ വരണ്ട ഞങ്ങളെ. കുറെ കാലം എല്ലാം അനുഭവിച്ചതാ. പലരും പറഞ്ഞിട്ട് മാറി നിന്നും ജീവിക്കാതെയൊക്കെ പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും എല്ലാം പിരിഞ്ഞു താമസിച്ചവരാ. ഇനി അല്പനാളത്തെ ആയുസ്, അപ്പോഴെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. അതിന് മക്കൾ തടസ്സമാണെങ്കിൽ മക്കൾ ഇവിടെ വേണ്ട, അത്ര തന്നെ. അല്ല ഇത് നിങ്ങൾക്കൊരു മോളല്ലേ ഉള്ളൂ, അപ്പൊ അത് എനിക്കുള്ളതായത്. നിനക്കാണോ? അത് ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾ രണ്ടുപേരെയും ഖബറിലോട്ട് എടുത്തതിന് ശേഷം നിനക്കിതെടുക്കാം.
മോക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോള് പൊയ്ക്കോ, അല്ലേ? മോക്ക് പോവാം, ഇഷ്ടമല്ലെങ്കിൽ മോക്ക് പോവാം. ഉമ്മ ഒറ്റയ്ക്കായോണ്ടല്ലേ ഞാൻ പിന്നെ ഇവിടെ വന്ന് താമസിച്ചത്. ഉമ്മാക്ക് കൂട്ട് കിടന്നപ്പോ ഇപ്പൊ എനിക്കൊന്നും ഇല്ലാതായ. ഉമ്മ ഒറ്റയ്ക്കായെന്നും പറഞ്ഞാ അങ്ങനൊന്നും അല്ല എന്റെ മോള് നിന്നത്. മോൾക്ക് പോയപ്പോ മോളെ ഭർത്താവിന്റെ വീട്ടുകാരോട് നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാ മോളിഞ്ഞ് വന്നത്. അല്ല ഉമ്മ ഒറ്റയ്ക്കാണെന്നും മോൾ ഇവിടെ ജീവിക്കുന്നെന്നും ഉമ്മ പറഞ്ഞിട്ടുമില്ല, വാപ്പായും പറഞ്ഞിട്ടില്ല. വാപ്പാടെ ചെലവിൽ തന്നെയല്ലേ നീ ഇത്രയും കാലവും ജീവിച്ചത്? ഈ മനുഷ്യൻ അയച്ചു തരുന്ന കൊണ്ടല്ലേ ഇപ്പോഴും നിന്റെ മക്കൾക്കുള്ള ഡയപ്പർ ഉൾപ്പെടെ നീ വാങ്ങുന്നത്. ഞങ്ങൾ ഇതെല്ലാം കൂടെ അങ്ങ് വിറ്റ് പറക്കും, എന്നിട്ടൊരു വാടകയ്ക്ക് ഒരു വീടെടുക്കും. ആ പൈസ കൊണ്ട് ഞങ്ങൾ ജീവിതകാലം മുഴുക്ക ജീവിച്ചു തീർക്കും. ഉമ്മായും വാപ്പായും ഇവിടെ മരുമോന്റെ ചെലവിൽ ജീവിക്കുമ്പോഴേ ഞാൻ പറയുന്നതൊക്കെ കുറച്ച് അനുസരിക്കണം. മരുമോന്റെ ചെലവിലാ? മരുമോന്റെ ചെലവിൽ ഞങ്ങൾ എന്തും ജീവിക്കുന്നേ? നീ ഇക്ക വരുന്നെന്ന് പറഞ്ഞപ്പോഴേ നീ അതാന്നല്ലേ പറഞ്ഞു തുടങ്ങിയേ? ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതേ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, എന്റെ പേരില് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. എന്താ, ഞങ്ങൾ അവസാനം വരെ ഞങ്ങൾക്ക് അത് മാത്രം മതി, ഞങ്ങൾക്ക് ജീവിച്ചു പോവാൻ. 2 നേരത്തെ ആഹാരം, കുറച്ച് ഗുളികയും മരുന്നും, അത് മതി. അതിനുള്ള പൈസ ഞങ്ങളതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വേർപിരിക്കാൻ നീ വരണ്ട. അവളെ ഭർത്താവ് നമ്മളെ ചെലവ് നോക്കേണ്ടി വരുമെന്ന് അവളെ പേടിയെന്ന്. അങ്ങനെ പേടിക്കണ്ട, നിങ്ങളുടെ ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും നാളും ആരെയും കാല് പിടിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല മോളെ, ഇനിയും പോവത്തില്ല. അള്ളാഹയുടെ ആക്കിയ ഞങ്ങള് ഉള്ള സമ്പാദ്യം കൊണ്ട് ഞങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കിടക്കാടമുണ്ട്, വിറ്റ് പറക്കിയാലും ഞങ്ങൾ ജീവിക്കും. ഇനി ഞങ്ങളുടെ ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ നീ പോയിക്കോ. നിങ്ങൾ എന്തോ ഞാനിവിടെ താമസിച്ചോളാം. എനിക്ക് പോയാലിപ്പം ഒറ്റയ്ക്ക് ആ വീട്ടിൽ പോയി താമസിക്കാനും പറ്റത്തില്ലല്ലോ. നിങ്ങൾ വാ വാ.